ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു യാത്രയിലാണ്. നമ്മൾ പോകുന്നത് കൽബയിലോട്ടാണ് കേട്ടോ. കൽബെ ഒരു ഹോം സ്റ്റേ ആണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടായ അജിയേട്ടൻ്റെ ഫാമിലി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടാന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളിവിടെ ഹോം സ്റ്റേ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഷോർട്സ് ഇപ്പോൾ ഇടുന്നേ ഉള്ളൂ. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ നൈറ്റ് വ്യൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാം. വലിയൊരു ഹോളുണ്ട്, അതുപോലെ 2 ബെഡ്റൂം ഉണ്ട്. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഒരു കോമൺ ബാത്റൂം ഉണ്ട്, പിന്നെ കിച്ചൺ, അതുപോലെ അതിനുള്ളിലുള്ള എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഭക്ഷണം മാത്രം നമുക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചിക്കനും മീനും ഒക്കെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കത്തിക്കൽ ഒരു സൈഡിൽ പച്ചക്കറി അരിയുന്നു, ഒരു സൈഡിൽ ചിക്കൻ ചൂടുന്നു. അങ്ങനെ ഒരു ബഹളമായി തന്നെയായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 5 ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഞങ്ങൾ ചിക്കനൊക്കെ രണ്ട് ചിക്കൻ വെച്ചിട്ട് 3 ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 3 ആൾക്കാരുടെ കൈപ്പുണ്യാണ് ഇന്ന് ചിക്കനിൽ നമ്മളിവിടെ അറിയാൻ പോകുന്നത്. അതുപോലെ ഒരു 2 ഫിഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫിഷും ചിക്കനും ഒക്കെ ചുട്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ടേസ്റ്റും കാര്യങ്ങളൊക്കെ വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്ക് വേണ്ടത് എരിവില്ലാത്തത്, എരിവുള്ളത്, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ തരം തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചുട്ടും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു. മക്കളൊക്കെ ഭക്ഷണം കഴിച്ച് വേഗം ഓടിയിട്ട് അവർ കളിക്കാനുള്ള തന്ത്രപ്പാടിൽ വേഗം ചടപടാന്നൊക്കെ കഴിച്ച് അവർ അങ്ങ് വേഗം വിട്ടു. ഇനി ഇതാ ലാസ്റ്റായിട്ട് വന്ന ഈ ഫിഷ് ഗ്രില്ല് മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. ഈ മീൻ കുറച്ച് വലുപ്പമുള്ളത് കൊണ്ട് കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മളത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാവരും അതിൻ്റെ മേലെ നിന്ന് നുള്ളി പെറുക്കിയും പിന്നെ അതുപോലെ അങ്ങനെ കട്ട് ചെയ്തും ഒക്കെ അങ്ങോട്ട് എല്ലാവരും ഫിഷ് ഗ്രില്ല് അങ്ങ് അവസാനിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒത്തുകൂടി അവിടെ ഇരുന്ന് കുറച്ച് നേരം പാട്ടും മേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെ കുറച്ച് നേരം കസാരക്കളി, കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അത് നടന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആ ഫുൾ വീഡിയോ കാണാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്